അമ്മ ഇങ്ങോട്ടൊക്കെ അടിപൊളി 3 മാങ്ങ കിട്ടിയിട്ടുണ്ട്. പച്ചമാങ്ങ നമുക്കിന്നേ നല്ല അടിപൊളിയായിട്ട് പച്ചത്തേങ്ങ അരച്ച് നല്ല അടിപൊളി ഒരു മാങ്ങക്കറി ഉണ്ടാക്കാം. നമുക്കിനി ആദ്യം ഈ മാങ്ങയൊക്കെ തോല് ചെത്തി നന്നായിട്ട് മുറിച്ചെടുക്കാം. ഉമ്മ എന്താ കത്തിയേറ്റാ ചോലെത്തണ്? ഞാനിതാ ഈ സാധനം വെച്ചിട്ടാ ചോലെത്തണം കേട്ടോ. നമുക്ക് ആദ്യം ആരുടെയാണ് ചെത്തി തീരാന്ന്. തുടങ്ങാറായിട്ടില്ല. ഞാനും തുടങ്ങട്ടെ. വേണ്ടോ ഒറ്റ വലിക്ക് കണ്ടോ ഷടയെന്ന് പറഞ്ഞിട്ടാ പോരുന്നറിയോ. കഴിഞ്ഞമ്മടെ ഇതാ എൻ്റെ കഴിഞ്ഞു കേട്ടാ. ഞാനാണ് ജയിച്ചത്. നോക്കിക്കോ. മാങ്ങ തോല് ചെത്തിയാൽ എൻ്റെ മോനാണ് വിജയിച്ചത് കേട്ടാ. അപ്പൊ ഈ പുതിയ സാധനങ്ങളൊക്കെ നമ്മൾ പരീക്ഷിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് മാങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാം. അത് അരിയണത് കുറച്ച് വലിയ കഷ്ണത്തിൽ വേണം അരിയണം, അല്ലെങ്കിൽ മാങ്ങ നമുക്ക് കടിക്കാൻ കിട്ടത്തില്ല. ഇതാ ഈ കനത്തിൽ ഇതേപോലെ നമുക്ക് അരിഞ്ഞിടാം. ഞാൻ ചെറിയ മാങ്ങായ കാരണമാണ് 3 എണ്ണം എടുത്തത് കേട്ടോ. ഇത് പുളിയും കുറവാണ്. നല്ല പുളിയുള്ള വലിയ മാങ്ങയാണെങ്കിൽ 1 എണ്ണമൊക്കെ എടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ മുറിച്ചെടുത്ത് കണ്ടില്ലേ. നമുക്കിനി ഒരു മൺചട്ടി അടുപ്പത്ത് വെക്കാം. അല്ല ഈ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കണമെന്നുണ്ടോ കറി? മൺചട്ടിയിൽ ഉണ്ടാക്കണ പോലത്തെ രുചി വേറെ കിട്ടില്ല. പിന്നെ മൺചട്ടി ഇല്ലെങ്കിൽ പിന്നെ ഏത് പാത്രത്തിലും ഉണ്ടാക്കാം. ചീൻചട്ടിയിലോ സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലൊക്കെ ഉണ്ടാക്കാം. വേറെ വഴിയില്ലല്ലോ. നമുക്കിത് കത്തിച്ചിട്ട് ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിതിൽ ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഒന്ന് പച്ചമണം മാറി വരട്ടെ. നമ്മുടെ ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഞാനൊരു 25ഓളം ചെറിയ ഉള്ളി തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 2 പച്ചമുളക് 4ആയിട്ട് കീറിയതാണ്, അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ലേശം കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉള്ളിയും ഇതൊക്കെ ഒന്ന് വഴണ്ടി വരട്ടെ. ഉള്ളിയും പച്ചമുളകൊക്കെ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുകൂടി ഒന്ന് വാടി വരട്ടെ. ഇനി നമുക്കിതിൽ ഇച്ചിരി മസാലകൾ ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്കിനി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നമുക്കൊരു ടീസ്പൂണ് സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്കിനി ഒന്ന് ഇളക്കിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചൂടായി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്കിനി തീ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ മക്കൾ, അല്ലെങ്കിൽ മസാല ഇട്ടത് അടി പിടിക്കുള്ളൂ. ഇപ്പം മാങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. അതെന്താന്ന് പറഞ്ഞാൽ നമ്മളൊരു അരപ്പൊക്കെ ഇതിൽ ചേർക്കാനുണ്ട്. അതുകൊണ്ട് മാങ്ങ വേകാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അരപ്പൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ഇളക്കി ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഈ മാങ്ങ വേവണ സമയം കൊണ്ട് നമുക്കതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1 മുറി തേങ്ങ എന്നുവെച്ചാൽ 1 തേങ്ങയുടെ 1/2 മുറി എടുത്തിട്ടുണ്ട്, അത് ഇതിലിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2-3 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. 4-5 ഇല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഞാനിതിലൊരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ഇത് നന്നായിട്ട് നമുക്ക്
മിക്സിയിൽ കൊണ്ടുവച്ച് അരച്ച് കൊണ്ടുവരാം. ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ മാങ്ങ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കത്തിച്ചിട്ടുണ്ട്. നമുക്കിനി നോക്കാം. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, വെന്തിക്കണേ. ഇനി നമുക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമുക്ക് ഈ കറിക്ക് ഇത്ര കട്ടി വേണ്ട, നമ്മൾ ഒഴിച്ചു കൂട്ടുന്ന കറിയല്ലേ. അതുകൊണ്ട് ഞാനിതിൽ മിക്സി കഴുകിയ വെള്ളം കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ കട്ടിയിൽ വേണം എടുക്കാൻ. ഇനി നമുക്കിതിൽ ഉപ്പുണ്ടോ നോക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകം നോക്കി കറക്റ്റാക്കി വെക്കണം കേട്ടോ മക്കളെ. ഇപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴാണ് നമ്മളെ കറി കുറച്ച് കൂടുതൽ സമയം ഇരിക്കുക. അങ്ങനെ നമ്മുടെ കറി കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് ഇറക്കിയേക്കാം. ഇതിനൊരു വറവ് കൂടി ഇടാനുണ്ട്. ഇനി നമുക്ക് ഇറക്കിയിട്ട് മൂടി വെക്കാം. കടുക് താളിക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെക്കുക. ചട്ടി ചൂടായി നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് 1/4 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കടുക് ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ഇനി നമുക്കിതിലൊരു 3 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്കിതിൽ ലേശം ഉള്ളി, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. അതിനി ഒന്ന് മൂത്ത് വരട്ടെ ഉള്ളി. നമ്മുടെ ഉള്ളി കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം ഇതിൽ ഇച്ചിരി കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കറി തുറന്നിട്ട് നമ്മുടെ ഈ വറവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വെച്ചിട്ടിത് നന്നായിട്ട് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് വരെ ഇരിക്കട്ടെ. ഇപ്പം നമ്മുടെ കറി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, എന്താ മണം. ഈ കറി നമുക്ക് ഇനി ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 2 പപ്പടവും കൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ മാങ്ങാക്കറി ഉണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അടിപൊളി പറഞ്ഞാൽ അടിപൊളി. ഇനി കറിയില്ലേ വിളിക്കണ്ടല്ലോ, നല്ല കഴിച്ചോ. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പം മാങ്ങയുടെ സീസണല്ലേ, എല്ലായിടത്തും മാങ്ങ കിട്ടും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.